മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നിർണയത്തിൽ ഒരു പാർലമെന്ററി ബോർഡ് അവർ കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ അതായത് തെഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഹമ്മദ് ദേവർഗോവിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തെഹ്ലിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് എന്നുള്ളത്. സമാനമായ കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നൂർബിന റഷീദും പറയുന്നുണ്ട്. അതായത് നേതൃത്വത്തോട് ചോദിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണോ തെഹ്ലിയ എന്നുള്ളത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടിയാണ് പറഞ്ഞത്, അല്ലാതെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അവർ മുസ്ലിം ലീഗുകാരിയാണ്. ഫാത്തിമ തെഹ്ലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അംഗത്വം എടുത്തിട്ടുള്ള, ഇപ്പോൾ വനിതാ ലീഗിലും അതുപോലെ തന്നെ MSF പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, ഹരിതയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. അവർ മറ്റൊരു സംഘടനയുടെ പ്രതിനിധിയൊന്നുമില്ല, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് തന്നെയാണ് അവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ ഉൾപ്പെടുത്തിയത്. വനിതാ ലീഗിലെ അംഗമല്ല എന്നാണ് പറയുന്നത്. ഓരോ വാക്കിനും എനിക്ക് മറുപടി അറിയാൻ പറ്റില്ല. നൂർബീനക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അവർ അഖിലേന്ത്യാ വനിതാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് അഖിലേന്ത്യാ കമ്മിറ്റിയാണ് ആ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടത് അവർ തീരുമാനിക്കും. ഒറ്റ കാര്യം കൂടി, അതായത് ഈ PK കുഞ്ഞാലിക്കുട്ടി ഈ തെഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ളത് വനിതാ ലീഗിന് ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പം നൂർബിന ഇന്ന് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഞാൻ പറഞ്ഞില്ല, ഈ നൂർബിന പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ല. അല്ല, താങ്കൾ ഒറ്റൊരു കാര്യം കൂടി, വനിതാ ലീഗിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിഗണന കൊടുക്കാതിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? വനിതാ ലീഗ് കൊടുത്തിട്ടുണ്ടല്ലോ, 2 സ്ഥാനാർത്ഥികൾ വനിതാ ലീഗിനുണ്ട്. പിന്നെ ഇവിടെ കൊടുക്കാത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുരുഷന്മാരൊക്കെ പുരുഷ ലീഗുകാരും ലീഗിലുള്ള വനിതകൾ വനിതാ ലീഗുകാരുമാണ്. അതെ, അത്ര ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.